നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മന്ത്രി. ഇപ്പോൾ മന്ത്രി ആശുപത്രി വിട്ടു. തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മന്ത്രിയെ പ്രവേശിപ്പിക്കും. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. കണ്ണൂരിൽ നിന്ന് ഔദ്യോഗിക വാഹനത്തിൽ റോഡ് മാർഗമാണ് മന്ത്രി തലസ്ഥാനത്തേക്ക് തിരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സ നൽകും. മന്ത്രിക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മന്ത്രിക്ക് കഴുത്തിലേറ്റ ക്ഷതം, അതിന്റെ ഭാഗമായി വലത് കൈയിലേക്കും തലയുടെ പിൻഭാഗത്തേക്കും പടരുന്ന വിധത്തിലുള്ള കടുത്ത വേദനയുണ്ട്. അതിന് നൽകി വരുന്ന ചികിത്സയുടെ പശ്ചാത്തലത്തിലാണ് ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. MRI റിപ്പോർട്ട് പ്രകാരം കഴുത്തിലെ കശേരുക്കൾക്കിടയിലുള്ള ഡിസ്കുകൾ 2 ഇടങ്ങളിൽ നാഡീമൂലാഗ്രഹങ്ങളിൽ അമർന്നുള്ള സമ്മർദ്ദം കാരണമാണ് കടുത്ത വേദന അനുഭവപ്പെടുന്നതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. അതേസമയം സംഭവത്തിൽ കോൺഗ്രസും CPM-ഉം തെരുവിലും സൈബറിടത്തിലും അടിയിടി വഴക്കൊക്കെ തുടരുകയാണ്. നമുക്കറിയാം, ഈ സംഭവത്തിനോടനുബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോർവിളി, വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ പലയിടങ്ങളിലും അരങ്ങേറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മന്ത്രിയെ അപായപ്പെടുത്താനുള്ള ആസൂത്രിത അക്രമം എന്നത് CPM വാദം ഉയർത്തുമ്പോൾ കള്ളപ്രചാരണവും കപട നാടകവുമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളത്, പൊറാട്ട നാടകമാണ് ഇതെന്ന് കോൺഗ്രസും വാദിക്കുന്നുണ്ട്. എന്തായാലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൃശ്യമെങ്കിലും തെളിവായിട്ട് തരൂ എന്നാണ് കോൺഗ്രസിന്റെ വെല്ലുവിളി. അതേസമയം മന്ത്രി ആക്രമിക്കപ്പെട്ടു എന്ന് തെളിയിക്കാനായി CPM ഒരു പുറത്തുവിട്ട ദൃശ്യങ്ങൾ, അതിൽ വലിയ തിരിച്ചടിയേറ്റിരിക്കുകയാണ് CPM-ന്. അതായത് മന്ത്രിയെ ആക്രമിക്കാൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇരച്ചു കയറിയ KSU-കാരനാണിതെന്നായിരുന്നു ദൃശ്യങ്ങൾ പുറത്തുവിട്ട് CPM ആരോപിച്ചത്. മന്ത്രി വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ ഇടതുഭാഗത്ത് നിഴലായി കൂടെ നിന്ന ഗൺമാനാണ് പ്രതിഷേധക്കാരെത്തിയ ഘട്ടത്തിൽ മന്ത്രിയെ സംരക്ഷിക്കാനായി വലതു ഭാഗത്തേക്ക് മാറുന്ന ദൃശ്യമാണെന്ന വിശദീകരണവുമായി പ്രതിപക്ഷ രംഗത്തെത്തിയിരിക്കുകയാണ്. മന്ത്രിയുടെ വലതു ഭാഗത്തേക്ക് കറുത്ത തുണിയുമായി ഒരാൾ വരുന്നതായി ദൃശ്യം ചൂണ്ടിക്കാട്ടി ഇത് വധശ്രമമാണെന്ന് MV ജയരാജനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. കരിങ്കൊടി പിടിച്ച് പിന്നിലൂടെ ചാടി വീണ് ആക്രമിച്ചു എന്നായിരുന്നു ആരോപണം. എന്നാൽ മറ്റു ജില്ലകളിൽ ഈ ആരോപണം ഏറ്റെടുക്കാൻ നേതാക്കൾ തയ്യാറായില്ല. എന്തായാലും വധശ്രമ കേസ് ചേർത്ത് പ്രതികൾക്കെതിരെ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. കണ്ണൂർ റെയിൽവേ പോലീസ് ഭാരതീയ ന്യായ സംഹിതയിലെ 9 വകുപ്പുകളും റെയിൽവേ ആക്ട് പ്രകാരമുള്ള 2 വകുപ്പുകളും ചേർത്ത് 11 കുറ്റങ്ങൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം മന്ത്രിക്കെതിരെ KSU നേതാക്കൾ ഇത് അഭിനയമാണ്, ഞങ്ങളുടെ പത്തനംതിട്ടയിൽ നിന്ന് മോഹൻലാലിനെ ഞങ്ങൾ സിനിമാ ലോകത്തേക്ക് നൽകി, അതുപോലെ ഇപ്പോൾ ഒരു നടിയെ കൂടി ഞങ്ങൾ നൽകുകയാണ്, വീണ ജോർജിനെ നൽകുകയാണ് എന്നതടക്കമുള്ള വിമർശനമൊക്കെ ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. 2026 മികച്ച നടിക്കുള്ള പുരസ്കാരം വീണ ജോർജിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് P മുഹമ്മദ് ഷമാസ് പറഞ്ഞു. സംഭവത്തെ മുഖ്യമന്ത്രി അപലപിച്ചിരുന്നു. ഹീന രാഷ്ട്രീയമാണെന്ന് രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തായാലും ആശുപത്രി വിട്ടിരിക്കുകയാണ് വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൂടുതൽ ചികിത്സയ്ക്കായി മാറ്റുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.